ഗുരുദേവന്റെ വിപുലമായ സാഹിത്യത്തിൽ നിന്നുള്ള ചില ഹൃദയസ്പർശിയായ ഭാഗങ്ങൾ. ഗായത്രിയുടെ ശക്തി അപാരമാണ്. ഏത് പ്രയാസകരമായ സാഹചര്യത്തെയും മെച്ചപ്പെടുത്താനുള്ള അതുല്യമായ കഴിവ് ഈ മഹത്തായ മന്ത്രത്തിനുണ്ട്. ഈ പുസ്തകത്തിലെ ഏതെങ്കിലും ഒരു പേജിലെ ചിന്തകൾ പഠിക്കുക, അവയിൽ ധ്യാനിക്കുക. സാധ്യതകളുടെ നിരവധി വഴികൾ നിങ്ങളുടെ മുന്നിൽ സ്വാഭാവികമായി പ്രത്യക്ഷപ്പെടും. ഗായത്രിയും യജ്ഞവും ഇരട്ടകളാണ്. ഒന്നിനെ ഭാരതീയ സംസ്കൃതിയുടെ മാതാവ് എന്നും മറ്റൊന്നിനെ ഭാരതീയ ധർമ്മത്തിന്റെ പിതാവ് എന്നും വിളിക്കപ്പെടുന്നു. രണ്ടും പരസ്പരാശ്രിതമായി കണക്കാക്കപ്പെടുന്നു. യജ്ഞത്തിന്റെ ഏകോപനമില്ലാതെ ഗായത്രി ജപ ചടങ്ങ് പൂർത്തിയാകില്ല. ജപത്തിന്റെ ഒരു ഭാഗം ഹവനമായും നടത്തണം. പഴയ കാലങ്ങളിൽ കൂടുതൽ സൗകര്യപ്രദമായ സാഹചര്യങ്ങൾ ആയിരുന്നതുകൊണ്ട് ജപത്തിന്റെ 10 ഭാഗം ഹവനമായും നടത്തിയിരുന്നു. ഇപ്പോൾ സമയപരിമിതികൾ കണക്കിലെടുക്കുമ്പോൾ 100 ആഹുതികൾ ചെയ്താൽ മതി എന്ന് നിജപ്പെടുത്തിയിരിക്കുന്നു. ഇതില്ലാതെ അനുഷ്ഠാനം പൂർണ്ണമായി എന്ന് കണക്കാക്കാനാവില്ല. സാധനസാമഗ്രികൾ ഇല്ലാത്തവർക്കായി ഒരു പ്രത്യേക മാർഗം ആവിഷ്കരിച്ചിട്ടുണ്ട്. അവർക്ക് ആകെ ജപങ്ങളുടെ 10 പ്രത്യേകമായി ജപിക്കാനും അത് യജ്ഞത്തിന് പകരമായി കണക്കാക്കാനും കഴിയും. ഈ പകരം സംവിധാനം കൊണ്ട് യജ്ഞത്തെ അപ്രധാനമായി അവഗണിക്കുകയല്ല, മറിച്ച് അതിൻ്റെ അനിവാര്യതയെ ഊന്നിപ്പറയുകയാണ് ചെയ്യുന്നത്. വേണ്ടവിധം അനുഷ്ഠാന പൂർത്തീകരണം സാധിച്ചില്ല എന്നിരിക്കലും അധികമായി ചെയ്ത ജപത്തിന്റെ ഗുണങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമാക്കിക്കൂടാ? ഇതിൽ നിന്നും വ്യക്തമാവുന്നത് ഗായത്രി മന്ത്രം ജപിക്കുന്നതോടൊപ്പം യജ്ഞം ചെയ്യേണ്ടതും അത്യന്താപേക്ഷിതമാണ് എന്നാണ്. അനുഷ്ഠാനങ്ങളിൽ രണ്ടും പരസ്പരം അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗായത്രി മന്ത്രം ജപിക്കുന്നതും പഞ്ചേദ്യം അനുഷ്ഠിക്കുന്നതും അനിവാര്യമായ കർമ്മങ്ങളാണ്. ഉപാസനാകൃത്യങ്ങളിൽ ബലിവൈശ്വവിധിയും ഉൾപ്പെടുന്നുവെന്ന് എല്ലാവർക്കും അറിയാം. അതിൻ്റെ അർത്ഥം ഒരു ഹ്രസ്വഹവനം എന്നാണ്. കഠിനമായ ജീവിത സാഹചര്യങ്ങളിൽ ഈ ബലിവൈശ്വം എത്രമാത്രം ഹ്രസ്വമായിത്തീർന്നുവെന്നോ, സ്ത്രീകൾ അടുപ്പിൽ നിന്ന് കുറച്ച് തീ എടുത്ത് ആദ്യം ചുട്ടെടുത്ത റൊട്ടിയുടെ 5 കഷണങ്ങൾ അതിലേക്ക് അർപ്പിക്കുമ്പോൾ ഗായത്രി മന്ത്രം 5 തവണ ജപിക്കുമായിരുന്നു. നൈഷ്ഠികരായ ഉപാസകരും അതുപോലെ ചെയ്തിരുന്നു. ഭക്ഷണസമയത്ത് അവരുടെ മുന്നിൽ വിളമ്പുന്ന ഭക്ഷണത്തിന്റെ 5 ചെറിയ ചെറിയ കഷണങ്ങൾ ഉപയോഗിച്ച് സമീപത്ത് അഗ്നി ജ്വലിപ്പിച്ചു ഹവനം നടത്തുകയും ചെയ്യുമായിരുന്നു. ഈ പാരമ്പര്യം ഇപ്പോഴും അവിടെയും ഇവിടെയും നിലനിൽക്കുന്നു. ഈ ഹ്രസ്വ പാരമ്പര്യ ആചാരങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ യുഗനിർമ്മാണ മിഷൻ മുഖേന പ്രയത്നങ്ങൾ നടത്തുന്നു. ദൈനംദിന ജീവിതത്തിലെ പരമ്പരാഗത ധർമ്മ ആചാരങ്ങളിൽ യജ്ഞം അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജനനം മുതൽ മരണം വരെ ഷോഡശ കർമ്മങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. ഇവയെല്ലാം യജ്ഞാധിഷ്ഠിതമാണ്. യജ്ഞമില്ലാതെ ഈ ആചാരങ്ങളൊന്നും നടത്താൻ കഴിയില്ല. യജ്ഞോപവീതത്തിന്റെ പൂണുനൂൽ പേർ തന്നെ യജ്ഞത്തിന്റെ പ്രാധാന്യം സൂചിപ്പിക്കുന്നു. ഗായത്രിയുടെ സങ്കല്പത്തിന്റെയും യജ്ഞത്തിന്റെ ആചാരത്തിന്റെയും സംയോജനമാണ് പുണ്യനൂൽ. വിവാഹ ചടങ്ങിൽ വധുവും വരനും യജ്ഞത്തെ പ്രദക്ഷിണം ചെയ്യുന്നത് ഒരു പ്രധാന പ്രവൃത്തിയാണ്. പ്രദക്ഷിണമായി അഗ്നിയെ ചുറ്റിക്കറങ്ങുന്നത് വിവാഹത്തിന്റെ ദൃശ്യമായ പ്രഖ്യാപനമാണ്. അവസാനത്തെ സാംസ്കാരികമായ ചടങ്ങ് മരണാനന്തര ക്രിയ ആയ ദഹിപ്പിക്കലാണ്. ചിതയെ അതിന്റെ വിശുദ്ധമായ രൂപത്തിൽ വലിയ തോതിലുള്ള യജ്ഞമായി കണക്കാക്കാം. ആചാരങ്ങൾ പൂർണ്ണമായോ അപൂർണമായോ അനുഷ്ഠിച്ചിട്ട് ചിത ജ്വലിപ്പിച്ചാലും യജ്ഞവുമായി ബന്ധപ്പെട്ട എത്രയോ നിയമങ്ങൾ അതിൽ പാലിക്കപ്പെടുന്നുണ്ട്. പൂർണ്ണാഹുതിയായി കപാലക്രിയ പാൽകൊണ്ട് ആഹുതി ചെയ്ത് സമാപിക്കുന്നു. യജ്ഞം എന്നാൽ പരമമായ സത്യം, ഉദാരമായ പ്രവൃത്തി എന്നാണ് അർത്ഥമാക്കുന്നത്. യജ്ഞം എന്ന വാക്ക് സംസ്കാരത്തിന്റെ യേജ് എന്ന ധാതുവിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്. അതിന് 3 അർത്ഥങ്ങളുണ്ട്. 1 ദിവ്യത്വം, 2 സംഘം ചേരൽ, 3 ദാനം. ഈ 3 പ്രവണതകളെയും വ്യക്തിയുടെയും സമൂഹത്തിന്റെയും ഉന്നമനത്തിന്റെ ദിവ്യധാരകൾ എന്ന് വിളിക്കാം. ദിവ്യത്വം എന്നാൽ പരിഷ്കൃത വ്യക്തിത്വം, ദൈവിക സദ്ഗുണം. സംഘടന എന്നാൽ സാമൂഹിക പ്രതിബദ്ധത, വിശ്വകുടുംബികത. ദാനം എന്നാൽ ഉദാരമായ ദയ. ഈ 3 പ്രവണതകളെയും യജ്ഞം പ്രതിനിധീകരിക്കുന്നു. ഈ വിവിധ പ്രതിനിധാനങ്ങളുടെ തിളങ്ങുന്ന പ്രതിരൂപം ധവളധ്വജം എന്ന് വിളിക്കാം.
ജ്ഞാനേജ്യത്തിന്റെ ചുവന്ന പന്തം ഈ യാഗാഗ്നിയെ പ്രതിനിധീകരിക്കുന്നതായി മനസ്സിലാക്കാം. വിചാരവിപ്ലവത്തെ ജദംഭരജ്ഞാനം, ഗായത്രിയുടെ പ്രാണപ്രതിഷ്ഠ എന്ന് പറയപ്പെടുന്നു. സദ്ഭാവനകളെ സത്പ്രവർത്തികളാക്കി മാറ്റാനുള്ള പ്രചോദനം യജ്ഞപ്രചാരണത്തിനുണ്ട്. യജ്ഞത്തിന്റെ പ്രതീകാത്മകതയിൽ ഉൾക്കൊള്ളുന്ന സൂക്ഷ്മമായ പ്രചോദനങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ട് വ്യക്തികളെ പവിത്രമാക്കാനും മറ്റൊരു ധർമാചാരങ്ങൾക്കും നേടാൻ കഴിയാത്ത വിധത്തിൽ സമൂഹത്തെ ശാക്തീകരിക്കാനുമുള്ള പൊതുവിദ്യാഭ്യാസം നൽകാനുമാകും. യാഗാഗ്നിക്ക് നിരവധി സ്വഭാവ സവിശേഷതകളുണ്ട്. 1. എപ്പോഴും തല ഉയർത്തിപ്പിടിക്കുക, ഒരു സമ്മർദ്ദത്തിലും ഒരിക്കലും തല കുനിക്കാതിരിക്കുക. 2. ആരൊക്കെ താനുമായി സമ്പർക്കത്തിലാവുന്നോ അവരെയൊക്കെ തന്നോടൊപ്പം സമതുല്യർ ആക്കുക. 3. തനിക്ക് ലഭിക്കുന്നത് ശേഖരിക്കാതെ അത് ലോകമാതാവിനായി വിതരണം ചെയ്യുക. 4. സ്വന്തം അസ്തിത്വത്തിന് ഒരിക്കലും ഊഷ്മളതയും പ്രകാശവും നഷ്ടപ്പെടാൻ അനുവദിക്കാതിരിക്കുക. 5. പൊതുജനക്ഷേമത്തിനായി സ്വന്തം സാമർത്ഥ്യത്തെ ഉപയോഗപ്പെടുത്തുക തുടങ്ങിയവ. ജഗ്വേദമനുസരിച്ച് യാഗാഗ്നി ഈശ്വരപ്രേരിതനായ ഒരു പുരോഹിതനാണ്. സ്വയം സംസാരശേഷി ഇല്ലെങ്കിലും അതിന്റെ പ്രവർത്തനങ്ങൾ സാധാരണ ജനങ്ങളെ സമഗ്രമായ പുരോഗതിയിലേക്കും സൗഖ്യത്തിലേക്കും ശാന്തിയിലേക്കും നയിച്ചുകൊണ്ട് പ്രേരണ ചെലുത്തിക്കൊണ്ടിരിക്കുന്നു. യജ്ഞത്തിന് ഒരു ഭൗതിക ശാസ്ത്രവുമുണ്ട്. വായുശുദ്ധീകരണം, ദുർഗന്ധങ്ങളെ സുഗന്ധമാക്കി പരിവർത്തനം ചെയ്യുന്ന ഈ പ്രക്രിയ മനുഷ്യർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണമായ വായുവിനെ ശുദ്ധീകരിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു. ഇന്ന് വായു മലിനീകരണ പ്രശ്നം ഒരു ആഗോള പ്രതിസന്ധിയായി മാറുമ്പോൾ ശുദ്ധീകരണത്തിന്റെ പ്രാഥമിക ആയുധമായ യജ്ഞത്തെ പുനരുജ്ജീവിപ്പിക്കേണ്ടതുണ്ട്. രോഗാണുക്കളെയും കീടാണുക്കളെയും നശിപ്പിക്കുന്നതിൽ യജ്ഞ ഊർജ്ജത്തിനുള്ള ശക്തി പോലെ ലളിതവും സമഗ്രവും ചെലവ് കുറഞ്ഞതുമായ ഒരു രീതി ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. പുരാതന കാലത്തെ യജ്ഞത്തിന്റെ ശാരീരിക വ്യാധികളെക്കുറിച്ചും മാനസിക വ്യതകളെക്കുറിച്ചും ഉള്ള ഭാഗങ്ങൾ വീണ്ടും കണ്ടെത്താനും ഈ ശാസ്ത്രം പുനഃക്രമീകരിക്കാനും കഴിയുമെങ്കിൽ ശാരീരികവും മാനസികവുമായ എല്ലാ രോഗങ്ങളെയും വിജയകരമായി ചികിത്സിക്കാൻ കഴിയുന്നത്ര സത്പരിണാമങ്ങൾ ഉണ്ടാവാനുള്ള സർവ്വ സാധ്യതകളും ഉണ്ട്. വൈദ്യശാസ്ത്ര സംവിധാനങ്ങളിൽ യജ്ഞചികിത്സയെ വിശിഷ്ടമായി കണക്കാക്കാം. കാരണം അത് മരുന്നുകളെ പഞ്ചഭൂത സങ്കല്പത്തിൽ അങ്ങേയറ്റം സൂക്ഷ്മമായ വായുകണങ്ങൾ ആക്കി മാറ്റുന്നതിലൂടെ ശരീരത്തിലേക്ക് എളുപ്പത്തിൽ എത്തിക്കുന്നു. ആശ്രിത ചികിത്സയുടെ ഭൗതിക സ്വഭാവം കാരണം ഇത്രയും ആഴത്തിലുള്ള നുഴഞ്ഞുകയറ്റം അത്ര വേഗത്തിൽ കൈവരിക്കാൻ കഴിയില്ല. നിലവിലെ സ്ഥിതിവിവരക്കണക്കുകൾ നിരീക്ഷിക്കുമ്പോൾ ശാരീരിക രോഗങ്ങളെക്കാൾ അമിതവ്യയം, ചപലത, ആസക്തി, ദുശ്ശീലങ്ങൾ, കുറ്റകൃത്യ പ്രവണതകൾ, അച്ചടക്കമില്ലായ്മ, അമിതാവേശം, യുക്തിരാഹിത്യം, ദുർഭാവന, ശത്രുത തുടങ്ങിയ മാനസിക ക്ലേശങ്ങൾ മനുഷ്യർക്ക് വലിയ കഷ്ടപ്പാടുകളും ദുരന്തങ്ങളും ഉണ്ടാക്കുന്നതായി തോന്നുന്നു. യജ്ഞചികിത്സ ക്രമാനുഗതമായി നടപ്പിലാക്കുന്നതിലൂടെ ഈ പ്രതിസന്ധി പരിഹരിക്കാനാകും. ഇത് പലവിധത്തിൽ ശാരീരികവും മാനസികവുമായ രോഗങ്ങൾ പരിഹരിക്കുന്നതിന് വളരെയധികം സഹായിക്കും. പുരാതന കാലങ്ങളിലെ യജ്ഞീകത്തിൽ എല്ലായിടത്തും സമൃദ്ധമായ മഴ പെയ്തിരുന്നു. ഇത് യജ്ഞങ്ങൾക്കും മേഘവർഷങ്ങൾക്കും പ്രത്യേക അഗ്നിഹോത്രങ്ങൾ, അഗ്നിയാഗങ്ങൾ ഉപയോഗിക്കുന്നതിലേക്ക് നയിച്ചു. അവ പലപ്പോഴും വിജയകരമായിരുന്നു. എന്നിരുന്നാലും മേഘങ്ങൾ വാസ്തവത്തിൽ ഒരു അതീന്ദ്രിയ ജീവശക്തിയാണ്. അത് യജ്ഞങ്ങളിലൂടെ ആകാശത്ത് സൃഷ്ടിക്കപ്പെടുകയും പിന്നീട് കാറ്റിലൂടെയും മേഘങ്ങളിലൂടെയും ഭൂമിയിലേക്ക് വർഷിക്കപ്പെടുകയും ചെയ്തു. ഈ മഴയുടെ ജലത്തിന്റെ ജീവശക്തി എല്ലാ ജീവജാലങ്ങൾക്കും അജീവജാലങ്ങൾക്കും പുതിയ ജീവിതവും ശക്തമായ സന്തോഷവും നൽകുന്നു. പുല്ലുകൾ, ആശ്രിതസസ്യങ്ങൾ, വെള്ളം, അന്നം, വായു, പാൽ മുതലായവ മഴയിൽ നിന്ന് പ്രത്യേക പോഷണം നേടുന്നു. അവയുടെ ശക്തി ഗണ്യമായി വർദ്ധിക്കുന്നു. തൽഫലമായി അവ കഴിക്കുന്ന മൃഗങ്ങളുടെയും മനുഷ്യരുടെയും ഓജസ് വർദ്ധിക്കുന്നു. ഈ നേട്ടം എല്ലാ വശങ്ങളിലും സമഗ്രമായ പുരോഗതിക്ക് കാരണമാകുന്നു. വായു ശുദ്ധീകരണത്തേക്കാൾ പ്രയോജനകരമെന്നു പറയട്ടെ, യാഗം പരിസ്ഥിതിയെ ശുദ്ധീകരിക്കുന്നു. വായുവിന്റെ ശുദ്ധിക്ക് ആരോഗ്യത്തിൽ നേരിട്ടുള്ള സ്വാധീനമുണ്ട്. വ്യക്തിത്വത്തിന്റെ എല്ലാ വശങ്ങളും പരിസ്ഥിതിയാൽ സ്വാധീനിക്കപ്പെടുന്നു. അത് ചിന്തയ്ക്ക് ദിശാബോധം നൽകുകയും പ്രവണതകളുടെ ശുദ്ധീകരണത്തിന് അടിത്തറയിടുകയും ചെയ്യുന്നു. പൊതുജന മനസ്സിനെ ശുദ്ധീകരിക്കാൻ ലക്ഷ്യമിടുന്ന യുഗനിർമ്മാണ മിഷൻ പ്രചാരണപരവും സൃഷ്ടിപരവുമായ പരിപാടികൾ സ്വീകരിക്കണം. തൂലികയും ശബ്ദവും ഉപയോഗിക്കണം.
എന്നാൽ കഠിനമായ പരിശ്രമത്തിലൂടെ മനസ്സാക്ഷിയുടെ കാതലിനെ സ്വാധീനിക്കാനും ശുദ്ധീകരിക്കാനും ഈ പരിപാടികൾ മാത്രം മതിയാകില്ല. ശോഭനമായ ഒരു ഭാവി കെട്ടിപ്പടുക്കുന്നതിന് ആവശ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട അനുകൂല സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ ഗായത്രി യാഗങ്ങളുടെ ഒരു പരമ്പരയ്ക്ക് കഴിയും. ഈ മഹത്തായ പ്രാധാന്യം മനസ്സിലാക്കിയാണ് ഗായത്രി യജ്ഞങ്ങളുടെ പരമ്പര പ്രചരിപ്പിക്കപ്പെട്ടത്. അവ നഷ്ടപ്പെടുത്തിയത് നമ്മെ നാശത്തിലേക്ക് നയിച്ചു. അത് പുനഃസ്ഥാപിക്കണം. അഗ്നിഹോത്രത്തിന്റെ പാരമ്പര്യം എല്ലാ വീടുകളിലും പിന്തുടരണം. എല്ലാ വീടുകളിലും യാഗം ആദരിക്കപ്പെട്ടിരുന്നപ്പോൾ ഈ ഭാരതഭൂമി സ്വർഗീയ സമൃദ്ധിയുടെ സ്വാമിനിയായിരുന്നു. ഇന്ന് യാഗത്തെ ത്യജിക്കുന്നത് നമ്മെ നാശത്തിലേക്ക് നയിക്കുന്നു. യജ്ഞം എന്ന വാക്കിന്റെ പൊതുവായ സംസ്കൃത അർത്ഥം ദാനം, സംഘടന, ദേവാരാധന എന്നിവയാണ്. ദിവ്യമായ പ്രയോജനങ്ങൾക്കായി സംഘടിതമായി ദാനങ്ങൾ നൽകുക എന്നതാണ് ഇതിന്റെ അർത്ഥം. ഒരു നരമൃഗത്തെ നരനാരായണന് ആകാന് അനുവദിക്കുന്ന ഒരു പുണ്യപ്രവൃത്തിയാണത്. മനുഷ്യന്റെ അന്തസ് ഈ ഉദാരമായ സേവനത്തിലാണ് നിലകൊള്ളുന്നത്. സ്വർണം കത്തിക്കുമ്പോൾ അതിന്റെ മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെടുകയും അതിന്റെ തിളക്കം വർദ്ധിക്കുകയും ചെയ്യുന്നതുപോലെ യജ്ഞം എന്ന തത്വചിന്ത സ്വീകരിക്കുന്നതിലൂടെ ഒരു മനുഷ്യൻ ഉത്കൃഷ്ടതയുടെ പരകോടിയിലേക്ക് ഉയരുകയും ദൈവികതയിലേക്ക് പുരോഗമിക്കുകയും ചെയ്യുന്നു. ആത്മീയ ആചാരങ്ങളിലും ഹവനം അത്യാവശ്യമാണ്. എത്രയൊക്കെ ജപം, പുരസ്ചരണം, പാരായണം, സാധന തുടങ്ങിയവ അനുഷ്ഠിക്കുന്നുവോ, അത് വേദപരമോ താന്ത്രികമോ ആവട്ടെ, അവയിൽ ഏതെങ്കിലും രൂപത്തിൽ ഹവനം ഉൾപ്പെട്ടിരിക്കണം. ഗായത്രി ഉപാസനയിലും ഹവനം അത്യാവശ്യമാണ്. ആചാരങ്ങളിലോ പുരസ്ചരണങ്ങളിലോ ജപത്തിന്റെ 10 ഹവനമായി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. സാഹചര്യങ്ങൾ 10 ചെയ്യാനുള്ള അവസരം അനുവദിക്കുന്നില്ല എങ്കിൽ 100 ആവശ്യമാണ്. ഗായത്രിയെ അമ്മയായും യാഗം പിതാവായും കണക്കാക്കുന്നു. ഈ രണ്ടിന്റെയും സംയോജനം ദ്വിത്വം എന്നറിയപ്പെടുന്ന ഒരു ആത്മീയ ജനനത്തിലേക്ക് നയിക്കുന്നു. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ എന്നിവരെ ദ്വിജന്മാർ എന്ന് വിളിക്കുന്നു. ദ്വിജ എന്നാൽ രണ്ടാം ജനനം എന്നാണ് അർത്ഥമാക്കുന്നത്. സ്വന്തം ശരീരത്തിന് ജന്മം നൽകിയ മാതാപിതാക്കളെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് ദൈനംദിന കടമയായിരിക്കുന്നതുപോലെ അമ്മയായ ഗായത്രിയെയും പിതാവായ യാഗത്തെയും ആരാധിക്കുന്നത് ഓരോ ദ്വിജനും അനിവാര്യമായ ഒരു ധാർമ്മികമായ കടമയാണ്. മനുഷ്യരോടൊപ്പം യജ്ഞം സൃഷ്ടിച്ച് ബ്രഹ്മാവ് അവരോട് പറഞ്ഞു, ഈ യജ്ഞം മുഖാന്തരം നിങ്ങൾക്ക് അഭിവൃദ്ധിയുണ്ടാകും, നിങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിറവേറ്റപ്പെടും. നിങ്ങൾ യജ്ഞത്തിലൂടെ ദേവന്മാരെ പോഷിപ്പിക്കണം. ആ ദേവന്മാർ നിങ്ങളെ പോഷിപ്പിക്കും. ഈ രീതിയിൽ ഇരുവരും അവരുടെ കടമകൾ നിറവേറ്റുകയും ആത്യന്തിക ക്ഷേമം നേടുകയും ചെയ്യും. യജ്ഞത്താൽ പോഷിപ്പിക്കപ്പെടുന്ന ദേവന്മാർ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നൽകുന്ന കാര്യങ്ങൾ അനായാസമായി ലഭ്യമാക്കും. യജ്ഞത്തിന്റെ മഹത്വം എളുപ്പത്തിൽ വ്യക്തമാക്കുന്ന നിരവധി തെളിവുകൾ അനേകം ശാസ്ത്രഗ്രന്ഥങ്ങളിൽ കാണാം. പുരാതന കാലത്തും ആത്മീയവും ഭൗതികവുമായ ആവശ്യങ്ങൾക്കായി വലിയ വലിയ യജ്ഞങ്ങൾ നടത്തിയിരുന്നു. ദേവന്മാരും യജ്ഞങ്ങൾ നടത്തി, അസുരന്മാരും അങ്ങനെ തന്നെ ചെയ്തു. ദശിമാർ യജ്ഞങ്ങൾ നടത്തി. അശ്വമേധം പോലുള്ള വലിയ യജ്ഞങ്ങൾ രാജാക്കന്മാർ സംഘടിപ്പിച്ചു. സാധാരണ ഗൃഹസ്ഥരും അവരുടെ കഴിവുകൾക്കനുസരിച്ച് കാലാകാലങ്ങളിൽ യജ്ഞങ്ങൾ നടത്തിയിരുന്നു. യാഗം ഒരു പവിത്രമായ ധാർമ്മിക പ്രവൃത്തി മാത്രമല്ല, ഒരു ഉത്കൃഷ്ടമായ ജീവിത ദർശനം കൂടിയാണ്. യജ്ഞം പവിത്രതയുടെയും നിസ്വാർത്ഥതയുടെയും പ്രതീകമാണ്. അഗ്നി സ്വയം പവിത്രമാണ്, കൂടാതെ അശുദ്ധമായ വസ്തുക്കൾ പോലും അതിന്റെ സമ്പർക്കത്തിലൂടെ പവിത്രമാകുകയും ചെയ്യും. അഗ്നി അവനവനു വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും മറ്റുള്ളവരുടെ പ്രയോജനത്തിനായി മാത്രമാണ് നടത്തുന്നത്. യാഗത്തിന്റെ പ്രാഥമിക ലക്ഷ്യം പരമമായ സത്യത്തിന്റെ സപ്രവർത്തികളും സപ്രേരണകളും പൊതുജനങ്ങളിൽ സന്നിവേശിപ്പിക്കുക എന്നതാണ്. യാഗം നടത്തുന്നയാൾ നെയ്യ്, ഉണങ്ങിയ പഴങ്ങൾ, മധുരപലഹാരങ്ങൾ തുടങ്ങിയ ഉപയോഗപ്രദമായ വസ്തുക്കൾ മറ്റുള്ളവർക്ക് വേണ്ടി ബലിയർപ്പിക്കുന്നു. ആഹുതികളുടെ രൂപത്തിൽ പഞ്ചഭൂതങ്ങളിൽ ഒന്നായ വായുഗണങ്ങൾ ആക്കി മാറ്റുന്നതിലൂടെ വൈമണ്ഡലത്തിൽ എല്ലാ ജീവജാലങ്ങളുടെയും ഉപയോഗത്തിനായി ലഭ്യമാക്കുകയും ചെയ്യുന്നു. ജീവജാലങ്ങൾ ശ്വസിക്കുന്നു,
അവയിലൂടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്ന യാഗത്തിന്റെ വസ്തുക്കൾ അവർക്ക് ലഭിക്കുന്നു. അഗ്നിഹോത്രത്തിന്റെ യഥാർത്ഥ സത്യത്യാഗം, സംയമനം, സേവനം, ധാർമ്മികത, മനുഷ്യസ്നേഹം, ആദാര്യം, കാരുണ്യം, ആത്മനിർമ്മാണം തുടങ്ങിയവയെ ജീവിതത്തിൽ പകർത്തുക എന്നതാണ്. ഈ വീക്ഷണകോണിൽ നിന്ന് നോക്കുമ്പോൾ അഗ്നിഹോത്രം മുകളിൽ സൂചിപ്പിച്ച വികാരങ്ങളെ ഉണർത്തുന്ന ഒരു ആത്മീയ നാടകമാണ്. സ്വാർത്ഥതയെ മാറ്റി പരോപകാരബോധം സ്ഥാപിക്കപ്പെടുന്നു. ഈ പാരമ്പര്യം നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ സാമൂഹിക ജീവിതം എല്ലാ അർത്ഥത്തിലും സുഖകരവും സമൃദ്ധവും അഭിവൃദ്ധി പ്രാപിച്ചതും ആയിരുന്നു. എന്നിരുന്നാലും ഈ പ്രവണതകൾ ദുർബലമായപ്പോൾ മുഴുവൻ സാമൂഹിക വ്യവസ്ഥയും തളർന്നു. ഭൗതിക രൂപം ഇന്നും സജീവമാണ്, പക്ഷേ അതിനു പ്രാണശക്തിയില്ലാത്ത അവസ്ഥയിലാണ്. ഈ ആചാരങ്ങൾ ദക്ഷിണയ്ക്കും വഴിപാടുകൾക്കും വേണ്ടി മാത്രമാണ് നടത്തുന്നത്. ജനമനസ്സുകളെ ശുദ്ധീകരിക്കുന്നതിനു അത്യാവശ്യമായ ദേവദക്ഷിണ പോലുള്ള ആചാരങ്ങൾ ഇവയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു. ഈ കാരണം കൊണ്ടാണ് അഭീഷ്ടമായ പ്രതിഫലം സാധാരണ ജനങ്ങൾക്ക് ലഭിക്കാത്തത്. ഒരു യജ്ഞത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം പരമാത്മാവിന്റെ പാദങ്ങളിൽ സ്വയം സമർപ്പിക്കുക എന്നതാണ്. ഒരാൾ തന്റെ മനസ്സ്, ബുദ്ധി, ബോധം, അഹങ്കാരം എന്നീ 4 ആന്തരിക അസ്തിത്വങ്ങളെയും 10 ഇന്ദ്രിയങ്ങളെയും 10 സുപ്രധാന ശ്വാസങ്ങളെയും അവയുടെ ആന്തരിക സ്വത്തുക്കളെയും വരെ പരമാത്മാവിന് സമർപ്പിക്കുമ്പോൾ മാത്രമേ യജ്ഞത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം കൈവരിക്കാൻ കഴിയൂ. യജ്ഞപുരുഷൻ പരമാത്മാവു തന്നെയാണ്. സമിധനെപ്പോലെ അവന്റെ പാദങ്ങളിൽ സ്വയം സമർപ്പിക്കുന്നതിലൂടെ സ്വന്തം അസ്തിത്വം യജ്ഞതുല്യമാകുന്നു. ഹവനത്തിലെ അഗ്നിയിൽ അർപ്പിക്കപ്പെടുന്ന സമിധയും മറ്റു വസ്തുക്കളും അഗ്നിതുല്യമാകുന്നതുപോലെ പരമാത്മാവിന്റെ ആജ്ഞകൾ, പ്രചോദനങ്ങൾ, സ്വാധ്യായം, ഭക്തി, വിരക്തി തുടങ്ങിയ മാർഗങ്ങളിലൂടെ തന്നിലെ ദിവ്യപ്രകാശത്തെ കൂടുതൽ കൂടുതൽ ആഗിരണം ചെയ്യുന്ന പ്രവൃത്തിയാണ് യജ്ഞം. സർവ്വവ്യാപിയായ പരമാത്മാവിനെ എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നതായി കണ്ടിട്ട് നീചമായ ദുഷ്പ്രവൃത്തികളിൽ നിന്ന് വിടുതൽ നേടണം. പരമാത്മാവിനെ സർവ്വവ്യാപിയായി മനസ്സിലാക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ദുഷ്ടചിന്തകളോ ദുഷ്പ്രവൃത്തികളോ ഉണ്ടാകില്ല. കാരണം സ്വന്തം അന്തരംഗത്തിൽ പരമാത്മാവിനെ കാണുമ്പോൾ അയാൾക്ക് എങ്ങനെ ദുഷ്ടചിന്തകൾ ഉണ്ടാകും? അതുപോലെ പ്രപഞ്ചത്തിലെ ഓരോ കണികകളിലും ഈശ്വരന് ദൃശ്യമാകുമ്പോൾ അവന് തന്റെ മോഷണം മറയ്ക്കാൻ കഴിയുന്ന രഹസ്യസ്ഥലം എവിടെയാണ് കണ്ടെത്താൻ കഴിയുക? അതുപോലെ എല്ലായിടത്തും ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരാൾക്ക് എല്ലാ അജീവമായതും സജീവമായതും ആയ വസ്തുക്കളോടും നന്നായി പെരുമാറുകയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. അതിനാൽ യജ്ഞപുരുഷനായ ഈശ്വരനെ സർവ്വവ്യാപിയായി കണക്കാക്കുകയും മനസ്സാക്ഷിയിൽ അവനെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നത് ആധ്യാത്മികമായ യജ്ഞമാണ്. ഈ യജ്ഞനിഷ്ഠയെ എല്ലായിടത്തും യജ്ഞപുരുഷന്റെ രൂപം ദർശിക്കുന്ന ബ്രഹ്മദൃഷ്ടിയെ യോഗികളായ മഹാത്മാക്കൾ ഇപ്പോഴും സ്വായത്തമാക്കി വയ്ക്കുന്നു. ശാസ്ത്രങ്ങളും ഇതിനെ പിന്തുണയ്ക്കുന്നതായി കാണുന്നു. ബ്രഹ്മാർപ്പണ ബ്രഹ്മ ഹവിർ ബ്രഹ്മാഗ്നോ ബ്രഹ്മണ ഹൃദം ബ്രഹ്മേവ് തേന ഗന്ധവ്യ ബ്രഹ്മ കർമ്മ സമാധിന് ശ്രീമദ് ഭഗവത്ഗീത 4 ഹരിക്കുക 24. ദ്രവ്യജ്ഞത്തിൽ നിന്ന് അദൃശ്യമായ ആകാശത്തിലൂടെ വ്യാപിക്കുന്ന ആത്മീയ വൈദ്യുത തരംഗങ്ങൾ ആളുകളുടെ മനസ്സിൽ നിന്ന് വെറുപ്പ്, പാപം, അനീതി, കാമം, സ്വാർത്ഥത, ദുഷ്ട തുടങ്ങിയ തിന്മകളെ നീക്കം ചെയ്യുന്നു. തൽഫലമായി ഇത് നിരവധി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു. നിരവധി കുരുക്കുകൾ, സങ്കീർണതകൾ, വിഷമതകൾ, ഭയങ്ങൾ, ആശങ്കകൾ, മോശമായ സാധ്യതകൾ എന്നിവ പൂർണ്ണമായും ഇല്ലാതാക്കപ്പെടുന്നു. രാജാക്കന്മാർ, ധനികർ, സമ്പന്നരായ ആളുകൾ, ഋഷിമാർ, സന്യാസിമാർ എന്നിവർ മഹത്തായ യാഗങ്ങൾ നടത്തി അത് ദൂരെയുള്ള അന്തരീക്ഷത്തെ വരെ ശുദ്ധീകരിച്ചു. രാഷ്ട്രത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ലോകത്തിൻ്റെയും തിന്മകളും സങ്കീർണതകളും പരിഹരിച്ചു. സാധാരണ ഗൃഹസ്ഥർ ചെറിയ യാഗങ്ങൾ നടത്തി അത് അവരുടെ വീടിൻ്റെയും കുടുംബത്തിൻ്റെയും ഗ്രാമത്തിൻ്റെയും ചെറിയ പ്രശ്നങ്ങൾ പരിഹരിച്ചു. വ്യാപകമായ സുഖസമൃദ്ധി, മഴ, ആരോഗ്യം, സുഖശാന്തി എന്നിവയ്ക്കായി വലിയ യാഗങ്ങൾ ആവശ്യമാണ്. ദിവസേനയുള്ള അഗ്നിഹോത്രം വളരെ ലളിതമാണ്. ശരാശരി വരുമാനമുള്ള ഒരാൾക്ക് താങ്ങാൻ കഴിയാത്തത്ര വലിയ ചെലവൊന്നും ഇതിൽ ഉൾപ്പെടുന്നില്ല. ദിവസവും ഹവനം നടത്താൻ കഴിയാത്തവർ ആഴ്ചയിൽ ഒരിക്കൽ ഞായറാഴ്ചകളിലോ അമാവാസി, പൗർണമി ദിവസങ്ങളിലോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ പൂർണ്ണചന്ദ്ര ദിനത്തിലോ ചെറുതോ വലുതോ ആയ ഹവനം നടത്താൻ ശ്രമിക്കണം. ഈ ലളിതമായ ഹവനങ്ങൾക്കുള്ള ആചാരങ്ങൾ ബുദ്ധിമുട്ടുള്ളതല്ല,
ലളിതമായ നടപടിക്രമങ്ങൾ ഗായത്രി യജ്ഞവിധി എന്ന പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നു. ഇവയെ അടിസ്ഥാനമാക്കി ഒരു പണ്ഡിതന്റെയോ പുരോഹിതന്റെയോ സഹായമില്ലാതെ ഏതൊരു ദ്വിജനും ഇത് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. നടപടിക്രമങ്ങളൊന്നും അറിയാത്തിടത്ത് ശുദ്ധമായ നെയ്യ് അർപ്പിച്ചുകൊണ്ട് ഗായത്രി മന്ത്രം സ്വാഹൈ എന്ന വാക്കിൽ അവസാനിപ്പിക്കാം. യജ്ഞത്തിന്റെ പാരമ്പര്യം ഏതെങ്കിലും രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ തുടരുകയാണെങ്കിൽ അത് ഭാരതീയ സംസ്കാരത്തിന് ഒരു വലിയ സേവനമാണ്. യാഗം ഒരു നഷ്ടമുണ്ടാക്കുന്ന ശ്രമമല്ല. ലളിതമായ ഒരു ഹവനത്തിനായി ചിലവഴിക്കുന്ന പണം ഒരു തരത്തിൽ ദേവന്മാരുടെ ബാങ്കിൽ നിക്ഷേപിക്കപ്പെടുന്നു. അത് വളരെ ആവശ്യമുള്ള സമയങ്ങളിൽ തൃപ്തികരമായ പലിശയോടെ തിരികെ വരുന്നു. വിധിപൂർവവും ശാസ്ത്രീയമായ പദ്ധതികളോടും വിശിഷ്ടമായ ആചാരങ്ങളോടും ചിട്ടകളോടും കൂടി നടത്തുന്ന ഹവനങ്ങൾ കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നു. അത്തരം യജ്ഞങ്ങൾ ഒരുതരത്തിലുള്ള ദിവ്യാസ്ത്രങ്ങൾ ആണ്. ദൈവിക പ്രീതി നേടാനുള്ള ഒരു ഉറപ്പായ മാർഗമാണ്. പുരാതന കാലത്ത് ആഗ്രഹിക്കുമ്പോഴൊക്കെ മഴ പെയ്യ്ക്കാൻ യജ്ഞങ്ങൾക്ക് കഴിഞ്ഞിരുന്നു. യജ്ഞത്തിന്റെ ശക്തിയാൽ സുസജ്ജരായിരുന്ന യോദ്ധാക്കൾ അജയ്യരായിത്തീർന്നിരുന്നു. യോഗികൾ യജ്ഞത്തിലൂടെ തങ്ങളുടെ തപസ് പൂർത്തിയാക്കി ആത്മസാക്ഷാത്കാരം നേടി. എല്ലാ ഐശ്വര്യങ്ങളുടെയും സമൃദ്ധിയുടെയും പിതാവാണ് യാഗം. വേദങ്ങൾ ഇതിനെ കാമധുക് എന്ന് വിളിക്കുന്നു. ഇത് മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റുകയും തടസ്സങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്യുന്നു. ഗായത്രിയെ ഭാരതീയ തത്വചിന്തയുടെ പ്രതീകമായി, യജ്ഞത്തിന്റെയും വേദ അധ്യാത്മവിദ്യയുടെയും മാതാവായി കണക്കാക്കപ്പെടുന്നു. ഭാരതീയ അറിവിന്റെയും ശാസ്ത്രത്തിന്റെയും അച്ഛനമ്മമാർ എന്നും അവരെ വിളിക്കുന്നു. രണ്ടിന്റെയും സംയോഗം സമഗ്രമായ ആത്മീയതയ്ക്ക് ജന്മം നൽകുന്നു. അമ്മയുടെയും അച്ഛന്റെയും കൂടിച്ചേരൽ നിന്നാണ് ഒരു നവജാത ശിശു ജനിക്കുന്നത്. ഗായത്രിയുടെ കാര്യത്തിൽ ഈ വസ്തുത പൂർണ്ണമായും ശരിയാണ്. ഗായത്രി യജ്ഞം അറിവിന്റെയും പ്രവൃത്തിയുടെയും സംയോജനമാണ്. അറിവായും ശാസ്ത്രമായും അത് ജീവിതത്തിൽ ഉൾപ്പെടുത്തണം. ഭാരതീയ ധർമ്മത്തെ പിന്തുടരുന്ന ഓരോ ആളും കുറഞ്ഞത് ഒരു ജപമാലയെങ്കിലും ദിവസേന ജപിക്കുന്നത് അത്യന്താപേക്ഷിതമാണ്. ഈ ആചാരപരമായ പ്രവൃത്തി 5 മിനിറ്റിനുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയും. ദേവസംസ്കൃതിയുടെ ആരാധനാ പ്രക്രിയയിൽ ഗായത്രിയുടെ പ്രതീകാത്മക ആരാധന ശിഖയുടെയോ യജ്ഞോപവീതത്തിന്റെയോ രൂപത്തിലോ യജ്ഞത്തിന്റെ പ്രതീകാത്മകമായ പൂജ പശുക്കൾക്ക് ഭക്ഷണം എന്ന രൂപത്തിലും അനിവാര്യമായി കണക്കാക്കപ്പെടുന്നു. ഗായത്രിയുടെ മറ്റൊരു വശം ഈ യാഗമാണ്. അവർ ഒരുമിച്ച് മാതാവും പിതാവും പോലുള്ള കൂട്ടായ്മയായി മാറുന്നു. യജ്ഞത്തിന്റെ ശബ്ദാർത്ഥം പുണ്യപരമാർത്ഥം, വീര്യം, സംഘാടനം എന്നൊക്കെയാണ്. ഈ ലക്ഷ്യങ്ങൾ അഗ്നിഹോത്രത്തിന്റെ രൂപത്തിലും പ്രതീകപ്പെടുത്തപ്പെടുന്നു. എന്നാൽ ഇത് ഇതിൽ മാത്രം പരിമിതപ്പെടുന്നില്ല. വ്യക്തിത്വത്തെ പരിഷ്കരിക്കുന്ന എല്ലാ ഘടകങ്ങളെയും അതിന്റെ അർത്ഥം ഉൾക്കൊള്ളുന്നു. ഒറ്റവാക്കിൽ പറഞ്ഞാൽ യാഗത്തെ സൽക്കർമ്മം എന്നും വിളിക്കാം. ഗായത്രിയെ യഥാർത്ഥ അറിവിന്റെ പ്രതീകമായും യാഗത്തെ സൽക്കർമ്മങ്ങളുടെ പ്രതിനിധിയായും കണക്കാക്കാം. അവയുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഗായത്രി ജപിക്കുന്നതും അഗ്നിഹോത്രം അനുഷ്ഠിക്കുന്നതും ഉൾപ്പെടാം. എന്നിരുന്നാലും ഈ 2 ഊർജ്ജസ്വലമായ പ്രചോദനങ്ങൾ ഇതിൽ മാത്രം ഒതുങ്ങരുത്. ഈ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ പരാജയപ്പെടുന്നവരെ ഗായത്രിയുടെയും യാഗത്തിന്റെയും എതിരാളികളായി കണക്കാക്കാൻ കഴിയില്ല. പ്രവൃത്തികളെ വിലയിരുത്തുന്നത് അവയുമായി ബന്ധപ്പെട്ട ഭാവനകളെ അടിസ്ഥാനമാക്കിയാണ്. യാഗം കൂട്ടായ്മയുടെ പ്രതീകമാണ്. മറ്റ് പല മതപരമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് നിർവഹിക്കാനോ നിർവഹിപ്പിക്കാനോ കഴിയും. എന്നാൽ യജ്ഞം യാഗം കൂടുതൽ ആളുകളുടെ സഹകരണം ആവശ്യമുള്ള ഒരു പ്രവൃത്തിയാണ്. ഹോളി പോലുള്ള വലിയ യജ്ഞങ്ങൾ എല്ലായ്പ്പോഴും സാമൂഹിക കൂട്ടായ്മയിലാണ് നടത്തുന്നത്. യാഗപരിപാടികൾ കൂട്ടായ്മ, സഹകരണം, ഐക്യം എന്നിവയുടെ വികാരങ്ങൾ വളർത്തുന്നു. ഗായത്രി ബുദ്ധിയുടെ ദേവതയാണ്. യജ്ഞം സത്കർമ്മങ്ങളുടെ പിതാവാണ്. ഗായത്രി മാതാവിന്റെയും യജ്ഞപിതാവിന്റെയും ഒരുമിച്ചുള്ള യുഗ്മമായ പ്രവർത്തനം നല്ല ഉദ്ദേശ്യങ്ങളുടെയും നല്ല പ്രവണതകളുടെയും പ്രോത്സാഹനത്തിന് എല്ലാ അർത്ഥത്തിലും വിജയകരവും കഴിവുള്ളതുമാണെന്ന് തെളിയിക്കാൻ കഴിയും. ഗായത്രി യാഗങ്ങളുടെ ആചാരങ്ങൾ വളരെ ലളിതവും ജനപ്രിയവും ആകർഷകവുമാണ്. ലോകത്തിലെ ദുഷ്ടമനസ്കരായ ആളുകളുടെ മനസ്സിനെ പരിഷ്കരിക്കുന്നതിനുള്ള ജ്ഞാനത്തിന്റെ ദേവതയായ ഗായത്രി മഹാമന്ത്രത്തിന്റെ ശക്തിയും സാമർഥ്യവും അത്ഭുതകരവും അദ്വിതീയവുമാണ്. യജ്ഞം എന്ന വാക്ക് യജ് എന്ന ധാതുവിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്. അതിനർത്ഥം ദേവന്മാരെ ആരാധിക്കൽ, സഹവർത്തിത്വം, ദാനം എന്നാണ്.
യജ്ഞത്തിന്റെ ആത്മീയ പ്രക്രിയയിൽ ദിവ്യശക്തികളെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അവരുടെ സാമീപ്യവും സഹവർത്തിത്വവും തേടുക, അവർക്ക് ഉചിതമെന്ന് കരുതുന്ന കാര്യങ്ങൾ നൽകുക എന്നിവയാണ്. ദിവ്യഗുണങ്ങളുള്ള സദ്വൃത്തരായ വ്യക്തികളെ സേവിക്കുകയും സഹവസിക്കുകയും അവരെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നതും യജ്ഞമാണ്. പ്രായോഗികമായി, മുതിർന്നവരെ ബഹുമാനിക്കുക, തുല്യരുമായി സൗഹൃദത്തോടെ സഹവസിക്കുക, തന്നേക്കാൾ പ്രായം കുറഞ്ഞവർക്ക് ദാനങ്ങളും സഹായങ്ങളും നൽകുക, ഇവയെല്ലാം യജ്ഞമാണെന്ന് പറയാം. അതിനാൽ ദേവാരാധന, യഥാർത്ഥ സത്തയുടെ വർധനവ്, പരസ്പര സഹകരണം എന്നിവയും യജ്ഞങ്ങളായി കണക്കാക്കപ്പെടുന്നു. ഹവനം യേ എന്ന അർത്ഥത്തിൽ യജ്ഞം എന്ന വാക്കിന്റെ ഉപയോഗം പ്രസിദ്ധമാണ്. യജ്ഞം മുകളിൽ പറഞ്ഞ 3 ഉദ്ദേശ്യങ്ങളും നിറവേറ്റുന്നു. ദേവന്മാർക്കുള്ള വഴിപാടുകൾ, വേദമന്ത്രങ്ങൾ ചൊല്ലൽ, പുരോഹിതന്മാർക്ക് ദാനം നൽകൽ എന്നിവയുടെ സംയോജനത്തെ യജ്ഞം എന്ന് വിളിക്കുന്നു. ലോകമെമ്പാടുമുള്ള പ്രബലമായ എല്ലാ ദർശനങ്ങളും വിവാദങ്ങളാൽ നിറഞ്ഞതാണ്. ഉദ്ദേശ്യം വ്യക്തമാണെങ്കിലും രൂപത്തിലുള്ള വ്യത്യാസങ്ങൾ സാധാരണക്കാരനെ ആശയക്കുഴപ്പത്തിലാക്കുകയും പ്രാഥമിക ലക്ഷ്യം പോലും മറക്കുകയും ചെയ്യുന്നു. രൂപത്തിലുള്ള അവ്യക്തത പലരെയും വഴിതെറ്റിക്കുന്നു. മനുഷ്യരാശിക്ക് ഏറ്റവും ഉപയോഗപ്രദവും പ്രയോജനകരവുമായ രഹസ്യങ്ങൾ സ്വായത്തമാക്കുന്നതിൽ ഒരുതരത്തിലുമുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കിയിരിക്കുന്നു എന്നത് ഭാരതീയ ഋഷിമാരുടെ സവിശേഷതയാണ്. യജ്ഞം ഇതിന് ഒരു പ്രധാന ഉദാഹരണമാണ്. യജ്ഞതത്വചിന്തയിൽ അടങ്ങിയിരിക്കുന്ന ആശയങ്ങളും പ്രചോദനങ്ങളും വിശ്വാസത്തെ പരിഷ്കരിക്കുന്നതിനും ആദർശങ്ങൾ സ്ഥാപിക്കുന്നതിനുമുള്ള ശക്തമായ മാർഗമാണ്. അതിനുള്ളിലെ ചിന്താപ്രവാഹത്തിൽ ഒരു വ്യക്തിയെ ശ്രേഷ്ഠനും ഉദാരുദാത്ത മനസ്കനും ആക്കുന്ന എല്ലാ ഘടകങ്ങളും അടങ്ങിയിരിക്കുന്നു. ഇത്രയും ചെറിയ ഒരു വാക്കിൽ ഒരു മഹത്തായ തത്വചിന്തയുടെ എല്ലാ ഘടകങ്ങളും ഉണ്ട്. അത് വിശ്വാസത്തെ പരിഷ്കരിക്കുകയും പരിശുദ്ധമാക്കുകയും ചെയ്യുന്നു. വിവാദങ്ങളിൽ നിന്ന് മുക്തവും സരളമായി മനസ്സിലാക്കാവുന്നതുമായ ഒരു തത്വചിന്തയ്ക്കായി തിരയുകയാണെങ്കിൽ അത് യജ്ഞദർശനം മാത്രമായിരിക്കും. യാഗം സ്വയം വളരെ സമർത്ഥവും സമഗ്രവുമായ ഒരു തത്വചിന്തയാണ്. യാഗത്തിന്റെ ദാർശനിക വശം വളരെ ശക്തവും പ്രചോദനാത്മകവുമാണ്. അതിൽ ഒരു അഭിപ്രായ വ്യത്യാസത്തിനും ഇടമില്ല. ലോകത്തിലെ മറ്റൊരു തത്വചിന്തയിലും കാണാത്ത ഒരു വ്യക്തിയെ ഉദാരമതിയും കുലീനനുമാക്കുന്ന എല്ലാ ഘടകങ്ങളും അതിന്റെ ലളിതവും മനസ്സിലാക്കാവുന്നതുമായ പ്രചോദനങ്ങളിൽ അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഭാരതീയ സംസ്കാരത്തിൽ ഇതിന് ഒരു പ്രധാന സ്ഥാനം. യാഗത്തെ ഭാരതീയ സംസ്കൃതിയുടെ പിതാവ് എന്നാണ് വിളിച്ചിരിക്കുന്നത്. പിതാവ് എന്നാൽ പരിപാലകൻ, സമൂഹത്തെ പരിപോഷിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നവൻ. സമൂഹം പുരോഗമിക്കുകയും അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യുന്നതിൻ്റെ പ്രാഥമിക അടിത്തറയാണിത്. വ്യക്തികളെയും സമൂഹത്തെയും ശ്രേഷ്ഠവും ശാലീനവും സമുന്നതവും ആക്കി തീർക്കുവാൻ യാഗതത്വചിന്തയ്ക്ക് കഴിയും. അതു സ്വയം സമഗ്രവും അനന്തമായ സാധ്യതകൾ ഉൾക്കൊള്ളുന്നതുമാണ്. യജ്ഞത്തിന്റെ പ്രയോജനങ്ങളെയും പ്രേരണകളെയും പ്രായോഗികതലത്തിൽ ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ അത് സ്ഥായിയായ സന്തോഷത്തിനും സമാധാനത്തിനും കാരണമായ ശക്തമായ ഒരു അടിത്തറയായി മാറും. മനുഷ്യൻ യജ്ഞരൂപിയാണ്. അവൻ യജ്ഞരൂപമായ ജീവിതം വേണം നയിക്കാൻ. കാരണം ത്യാഗപൂർണമായ യജ്ഞാധിഷ്ഠിതമായ ഒരു ജീവിതമല്ലാതെ പുരോഗതിയിലേക്ക് മറ്റൊരു മാർഗവുമില്ല. യജ്ഞാധിഷ്ഠിതമായ ത്യാഗപൂർണമായ ജീവിതമോ തത്വജ്ഞാനമോ ഇല്ലെങ്കിൽ ഒരു മനുഷ്യൻ മനുഷ്യനാവുന്നില്ല എന്ന് എല്ലാ ജ്ഞാനികളും പറയുന്നു. അവനെ ഒരു ദുഷ്ടൻ, രാക്ഷസൻ അല്ലെങ്കിൽ അസുരൻ എന്നിങ്ങനെ വിളിക്കുന്നു. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞുകൂടാ? കാരണം ലോകത്തിന്റെ മുഴുവൻ പ്രവർത്തനവും സൃഷ്ടിയും ത്യാഗപൂർണമായ പ്രവർത്തനങ്ങളെ മാത്രം അടിസ്ഥാനമാക്കിയുള്ളതാണ്. അറിവോടെ ചെയ്യുന്ന പ്രവൃത്തിയെ മാത്രമേ ത്യാഗപൂർണമായ പ്രവൃത്തി എന്ന് വിളിക്കൂ. ദൈവത്തിന്റെ സൃഷ്ടിയിലെ ഒരു അതുല്യരത്നമായി പറയപ്പെടുന്ന മനുഷ്യൻ കർമ്മങ്ങളിൽ നിന്ന് മുക്തനാകുകയും സ്വാർത്ഥ പ്രവൃത്തികൾക്ക് മാത്രം മുൻഗണന നൽകുകയും ചെയ്യുന്നുവെങ്കിൽ അവനെ പരാജിതനെന്നോ വിഡ്ഢിയെന്നോ അധമനായ വ്യക്തിയെന്നോ വിളിക്കണം. ലോകത്തിൽ സന്തോഷം വ്യാപിപ്പിക്കാൻ പ്രവർത്തിക്കുന്ന അത്തരം പ്രവൃത്തികളിലൂടെ എല്ലാ ജീവജാലങ്ങൾക്കും ആനന്ദാനുഭൂതി ഉളവാക്കുവാൻ പ്രാപ്തനായവനാണ് വിശ്വവിജയി ആകുന്നത്. നമ്മുടെ ജീവിതം യജ്ഞത്തിനു വേണ്ടിയാവട്ടെ. ഈ ലോകത്ത് നാം ജീവിക്കുന്നത് യജ്ഞത്തിനു വേണ്ടിയാവട്ടെ. നമ്മുടെ സാമൂഹിക, ആത്മീയ, ശാരീരിക ശക്തികൾ യജ്ഞത്തിനു വേണ്ടിയാവട്ടെ. നമ്മുടെ കണ്ണുകൾ ത്യാഗത്തിനു വേണ്ടിയാകട്ടെ. അതായത് നമ്മുടെ കണ്ണുകൾ പരോപകാരത്തിനായി ഉപയോഗിക്കട്ടെ. നമ്മുടെ കണ്ണുകൾ മറ്റുള്ളവരുടെ സഹോദരിമാരെയും പെൺമക്കളെയും നമ്മുടെ അമ്മമാരെപ്പോലെയും മറ്റുള്ളവരുടെ സമ്പത്തിനെ കളിമണ്ണുപോലെയും പരിഗണിക്കട്ടെ.
നമ്മുടെ ചെവികൾ വിശുദ്ധ വേദങ്ങൾ കേൾക്കാൻ പ്രാപ്തമാകട്ടെ. മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ കേൾക്കുമ്പോൾ അവർ നിസ്വാർത്ഥമായി സേവിക്കാൻ ധൈര്യപ്പെടട്ടെ. ഉപയോഗശൂന്യമായ വിമർശനങ്ങൾ നാം കേൾക്കാതിരിക്കട്ടെ. നമ്മുടെ സംസാരം സംയമനം പാലിക്കുകയും കാലത്തിന് അനുയോജ്യമാവുകയും സത്യവും ദയയും സംസാരിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ സംസാരം ഓജസ്സുറ്റതും ശക്തവുമാകട്ടെ. അങ്ങനെ നമ്മുടെ ഗർജനം കൊണ്ട് നമുക്ക് ദുഷ്ടന്മാരുടെ തിന്മയെ അകറ്റാനും മനുഷ്യസ്നേഹത്തിനായി സധൂർത്തരായ പുരുഷന്മാരെ സംഘടിപ്പിച്ച് പൊതുസേവനത്തിൽ അവരെ ഉൾപ്പെടുത്താനും കഴിയും. പ്രജാപതി ഈ പ്രപഞ്ചത്തെ യജ്ഞത്തോടൊപ്പമാണ് സൃഷ്ടിച്ചത് എന്ന് ഗീത പറയുന്നു. ഈ ലോകം മുഴുവൻ യജ്ഞത്താൽ നിറഞ്ഞിരിക്കുന്നുവെന്ന് വ്യക്തമാണ്. പ്രകൃതി തന്നെ ഒരു യജ്ഞമാണ്. യജ്ഞം എന്നാൽ ത്യാഗം, ബലിദാനം, സഹകരണം മുതലായവയാണ്. ഈ സഹജാവബോധം സമൂഹത്തിൽ ഉണർന്ന് സജീവമായി നിലനിൽക്കുന്നിടത്തോളം അതിൻ്റെ വികസനം ഒരിക്കലും തടസ്സപ്പെടുത്താൻ കഴിയില്ല. യജ്ഞത്തിലൂടെ ഈ വികാരങ്ങളെ ഉണർത്തുന്നതിലൂടെ, സ്വാർത്ഥതയുടെ അധാർമിക ചക്രം തകർക്കുന്നതിലൂടെ സ്വർഗം ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. നമുക്ക് ഉപയോഗപ്രദമായത് സമൂഹത്തിന് സമർപ്പിക്കണം. അത് എല്ലാവരുടെയും പ്രയോജനത്തിനായി ഉപയോഗിക്കട്ടെ. യജ്ഞച്ചടങ്ങിലൂടെ ഈ വികാരം ശക്തിപ്പെടുത്തുന്നു. എൻ്റെ സാധനങ്ങൾ എനിക്കു മാത്രം എന്ന തോന്നൽ ക്രമക്കേട് സൃഷ്ടിക്കുന്നു. ഒറ്റയ്ക്ക് എന്തെങ്കിലും ഉപയോഗിക്കുന്ന ഏതൊരാളും പാപം ചെയ്യുന്നു. മുഴുവൻ സമൂഹവും ഈ പാപത്തിൻ്റെ ശിക്ഷ അനുഭവിക്കുന്നു എന്ന് ശാസ്ത്രം പറയുന്നു. യജ്ഞം എന്നാൽ ത്യാഗവും പരോപകാരവുമാണ്. വ്യക്തിപരമായ വളർച്ചയുടെയും സാമൂഹിക പുരോഗതിയുടെയും മുഴുവൻ അടിത്തറയും ഈ ഒരു പ്രവൃത്തിയിൽ ഉൾക്കൊള്ളുന്നു. മനുഷ്യന്റെ ഇരട്ട സഹോദരനായി പ്രജാപതി യജ്ഞത്തെ സൃഷ്ടിച്ചു. രണ്ടും പരസ്പരം മെച്ചപ്പെടുത്തിക്കൊണ്ട് അഭിവൃദ്ധി പ്രാപിക്കാൻ ക്രമീകരിച്ചു. ആധ്യാത്മികതയുടെ അടിസ്ഥാന തത്വം ഭക്തിയാണ്. ഭക്തി എന്നാൽ സ്നേഹം എന്നാണ്. സ്നേഹത്തിന്റെ സാരാംശം ത്യാഗമാണ്. സ്നേഹം ത്യാഗത്തിലൂടെയാണ് പ്രകടമാകുന്നത്. ത്യാഗം ചെയ്യാൻ കഴിയാത്തവൻ സ്നേഹസമ്പന്നൻ അല്ല. ഭക്തി എന്നാൽ പരമാത്മാവിനു വേണ്ടി, വിശ്വാത്മാവിനു വേണ്ടി തൻ്റെ സങ്കുചിതമായ സ്വാർത്ഥതാൽപര്യങ്ങളെ ത്യാഗം ചെയ്യുക എന്നാണ്. യഥാർത്ഥ ഭക്തി ഈ രീതിയിൽ അനുഷ്ഠിക്കപ്പെടുന്നു. ത്യാഗത്തിൻ്റെ മറ്റൊരു പേര് യജ്ഞം എന്നാണ്. യാഗത്തെ വിഷ്ണുവിൻ്റെ ഒരു രൂപമെന്നും വിളിക്കുന്നു. അതിനെ പ്രത്യക്ഷമായ പരമശിവനായിട്ടും വിശ്വസിച്ചു വരുന്നു. എവിടെ നിസ്വാർത്ഥ ത്യാഗഭാവന പ്രതിഫലിക്കുന്നുവോ അവിടെ പരമേശ്വരന്റെ പ്രത്യക്ഷമായ സാന്നിധ്യം തിരിച്ചറിയപ്പെടേണ്ടതാണ്. മൃഗങ്ങളെ അപേക്ഷിച്ച് മനുഷ്യരാശിയുടെ അത്ഭുതകരമായ പുരോഗതിയുടെ അടിസ്ഥാന ഘടകം അതിൻ്റെ ബുദ്ധിശക്തിയല്ല, മറിച്ച് അതിൻ്റെ സഹയോഗാത്മകമായ സ്വഭാവമാണ്. ഈ പ്രവണത അതിനെ ഒരു സമൂഹ ജീവിയുടെ രൂപത്തിൽ വികസിപ്പിക്കുന്നതിലേക്ക് നയിച്ചു. അവൻ കുടുംബങ്ങളായും ഗ്രാമങ്ങളിലും കൂട്ടായ്മകളിലും ജീവിക്കാൻ തുടങ്ങി. ഈ പാരമ്പര്യത്തോടൊപ്പം ആളുകൾ പരസ്പരം അവരവരുടെ അനുഭൂതികളും ചേതനകളും പങ്കുവച്ചു. ഒരാളുടെ അറിവിൽ നിന്ന് മറ്റൊരാൾ പ്രയോജനം നേടി. ഈ ക്രമത്തിൽ ബുദ്ധി വളർന്നു, തലച്ചോർ തേജസ്സുറ്റതായി. മനുഷ്യർ പതുക്കെ പതുക്കെ ഈ ക്രമത്തിൽ പുരോഗമിച്ചു പ്രപഞ്ചത്തിലെ സർവശ്രേഷ്ഠമായ ജീവി എന്ന നിലയിൽ എത്തി. ദേശഭക്തി, സമാജഭക്തി, ധർമ്മഭക്തി, കർത്തവ്യഭക്തി എന്നിവയുടെ ഉത്കൃഷ്ടമായ പ്രേമഭാവനകൾ നിലനിൽക്കുന്ന രാജ്യങ്ങളും സമൂഹങ്ങളും തങ്ങളുടെ വ്യക്തിപരമായ താൽപ്പര്യങ്ങൾ ത്യജിക്കുകയും മറ്റുള്ളവർക്ക് സുഖവും സന്തോഷവും നൽകുന്നതിനായി വലിയ വലിയ ത്യാഗങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. അവർ തങ്ങളുടെ സർവസ്വവും അതേ ലക്ഷ്യത്തിനായി സമർപ്പിക്കുകയും ചെയ്യുന്നു. ചരിത്രത്തിൻ്റെ ഓരോ താളുകളിലും ഈ സത്യത്തിൻ്റെയും വസ്തുതയുടെയും തെളിവുകൾ നിറഞ്ഞിരിക്കുന്നു. മനുഷ്യൻ യജ്ഞഭാവനയുമായി സ്വയം യോജിച്ചു പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിൽ അവൻ്റെ ശാരീരികമായ സാമർഥ്യമില്ലായ്മയും ബലഹീനതയും കാരണം മറ്റു മൃഗങ്ങളുമായുള്ള മത്സരത്തിൽ അവൻ വളരെ മുമ്പുതന്നെ സ്വന്തം അസ്തിത്വം നഷ്ടപ്പെട്ടേനെ. ഇതുവരെയുള്ള അവൻ്റെ പുരോഗതിയുടെ ഏകമായ മാർഗം അവൻ്റെ യജ്ഞഭാവനയാണ്. ഇനിയും അവൻ കൂടുതൽ പുരോഗമിക്കണമെങ്കിൽ ഈ ഭാവന ആയിരിക്കും അവൻ്റെ അടിത്തറ. യജ്ഞവൃത്തിയില്ലെങ്കിൽ ശാസ്ത്രം, വിദ്യാഭ്യാസം, വൈദ്യം, സാമ്പത്തിക പുരോഗതി എന്നിവയുടെ എല്ലാ സുഖസൗകര്യങ്ങളും വിപരീത ഫലം സൃഷ്ടിക്കും. ബുദ്ധിപൂർവം ഉപയോഗിക്കുമ്പോൾ ചെറിയ അളവിലുള്ള വിഭവങ്ങൾ പോലും വലിയ സന്തോഷം നൽകും. എന്നാൽ ദുർബുദ്ധി കാരണം ദുരുപയോഗം ചെയ്യപ്പെടുമ്പോൾ അപകടകരമായ അനന്തരഫലങ്ങൾ കാരണമാവും. എല്ലാ ദൗർഭാഗ്യങ്ങൾക്കും ഒരേയൊരു കാരണമേയുള്ളൂ: ദുർബുദ്ധി, സ്വാർത്ഥത. ഇതിനെ യജ്ഞവിരോധ മനോഭാവം എന്ന് വിളിക്കണം.
ഇനി നമ്മൾ യാഗത്തെ ഒരു വിശാലമായ പ്രസ്ഥാനമായി, പ്രചരണ മാധ്യമമായി ഉപയോഗിക്കണം. യുഗനിർമ്മാണത്തിന് ഇത് ഫലപ്രദമായ ഒരു ബ്രഹ്മാസ്ത്രമായിരിക്കും എന്ന് ബോധ്യമാവും. ഗായത്രി സദ്ബുദ്ധിയുടെ ദേവതയാണ്. യജ്ഞം സത്കർമ്മങ്ങളുടെ പിതാവാണ്. സദ്ഭാവനകളുടെയും സദ്പ്രവർത്തികളുടെയും അഭിവൃദ്ധിക്കായി ഗായത്രി മാതാവിൻ്റെയും യജ്ഞപിതാവിൻ്റെയും കൂട്ടായ്മ എല്ലാ അർത്ഥത്തിലും സഫലവും സമർത്ഥവുമാണെന്നു സ്ഥാപിക്കപ്പെടും. ഗായത്രി യജ്ഞത്തിൻ്റെ വിധികളും വ്യവസ്ഥകളും വളരെ ലളിതവും ജനപ്രിയവും ആകർഷകവുമാണ്. ലോകത്തിലെ ദുഷ്ടമനസ്കരായ ആളുകളുടെ മനസ്സിനെ പരിഷ്കരിക്കുന്നതിനുള്ള സദ്ബുദ്ധിയുടെ ദേവതയായ ഗായത്രി മഹാമന്ത്രത്തിൻ്റെ ശക്തിയും സാമർത്ഥ്യവും അത്ഭുതകരവും അദ്വിതീയവുമാണ്. നഗരങ്ങളിലെയും ഗ്രാമങ്ങളിലെയും ദേശങ്ങളിലെയും ജനങ്ങളെ ധാർമ്മികമായ ഉന്നമനത്തിനായി ഒരുമിച്ചു ചേർക്കുന്നതിനായി വിവിധ സ്ഥലങ്ങളിൽ ഗായത്രി യജ്ഞങ്ങൾ സംഘടിപ്പിക്കണം.